2-1 3-1 പിന്നെ 3-2 3-3 4-3 ആയപ്പോ പിന്നെ ഞങ്ങൾ 2 പോയിന്റ് എടുത്തു. മാറ്റാണ് ചത്ത് കഴിഞ്ഞാ പിന്നെ നോക്കിയിരിക്കണം. എനിക്ക് തീരെ പറ്റത്തില്ല. കൊള്ളാം. പക്ഷെ ആ ഒരു ഗെയിം മാത്രല്ലേ അത് ഇൻട്രസ്റ്റിംഗ് ആ. ശരി. അപ്പൊ നമ്മൾ ഒന്നുകൂടി ചാവാതെ നമ്മള് ജീവന് പേടി പോലെ കളി. ഇന്നലെ അണ്ണന്മാരുടെ അതാ പറഞ്ഞത്, ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ആണെങ്കിലും അണ്ണന്മാരായിരുന്നു ഭയം. അപ്പൊ അവൻ ചോദിക്കുക, അപ്പൊ റിയൽ ലൈഫ് അങ്ങനെയല്ലേ എന്ത് ഒരു വട്ടം ചത്തില്ലേന്ന് ചുമ്മാ അങ്ങനെ തമാശ. അണ്ണന്മാരുടെ ബുദ്ധി. ചിദംബരത്തിന്റെ പുതിയ ഫോട്ടോ ഉണ്ടോ? ഒന്നും വേണ്ട, അശ്വിന്റെ പുതിയ ഫോട്ടോ ഉണ്ടോ? അയ്യോ എടാ, അവൻ ആദ്യം ഇട്ട നല്ലൊരു ഫോട്ടോ ആയിരുന്നു. അതാണ് എഡിറ്റ് ചെയ്ത് പിന്നെ ഫിൽറ്റർ കയറ്റി അതിന്റെ മുകളിൽ കൂടി എന്തൊക്കെ ചെയ്ത് ഗോകുലിക്ക് അയച്ചെന്നിട്ടൊക്കെ ചിരി വന്നിട്ട് ഒരു ഇത് വേണ്ടടാ. നമ്മളൊരു മിനിമം ഒരു ഇതില്ലേ, എത്ര ഒരു ഫോട്ടോ, ആ ഫോട്ടോ നോട്ട് ഏബിൾ ടു അപ്ലോഡ് എന്തെങ്കിലും എഴുതി വന്നേനെ. അത്രയും സാധനം അടിച്ച് കയറ്റിക്കുന്നത്. എന്റെ ബോംബ് വന്നടാ. ഞാൻ കത്തിയോണ്ട് പോയിട്ട് തീർക്കണേ കണ്ടോ, ഇങ്ങനെ വേണം തീർക്കാൻ. ഞാൻ ചത്തിട്ട് 3 പേരെ കൊന്ന്. ഒരു വട്ടം ചത്ത് 3 പേരെ കൊന്നു. സീനാട്ടോ കത്തിയോണ്ട് കേറി ചെല്ലണേ, ഒരു ഓറയാ. ഓറ ആരോ ബാക്ക്. ഞാൻ ബസ്സിന്റെ ഉള്ളിൽ കയറാൻ പോവാ. എവിടെ കയറും? പിന്നെ ദൂരേന്ന് വെടിവെച്ചപ്പോ ഉറക്കമ്മയ്ക്ക് ചാടി ഓടി ഇതിനകത്ത് ഇറക്കി ഒന്നുതരാം. ഞാൻ വെറുതെ സ്മോക്ക് കൂടി വെടിച്ച് കൊന്ന്. എല്ലാണത്തെയും കൊന്നിട്ടുണ്ട്. നേരെ ഒന്നും കയറിപ്പെടുത്താൻ നമ്മള് വീടിന്റെ ആവശ്യമില്ലാതെ എടുത്തേ. നമ്മളെ വീടിന്റെ അടിയിലല്ലേ ആൾക്കാര്. നമ്മളെ വീടിന്റെ അടിയില. ഞാൻ ജനിച്ചു വന്നപ്പോഴേ ഇവിടെ തിരക്ക്. ചാവാതെ വെച്ചിങ്ങനെ. ഞാനും ചത്തിട്ടില്ല. എപ്പ ചത്ത ഞാന് ഇപ്പൊ ഓക്കെ. ഒരുത്തിനെയും കൂടി കൊണ്ടുപോയിട്ടേ അടുത്ത ഹാർഡ് പോയിന്റ് ഐഡന്റിഫൈ. ഈ M49 പുറകത്തിൽ കണ്ടുണ്ട് സീന. അവന്മാര് പോയി കേറിയിട്ടുണ്ട് കേട്ടോ. ഫ്ലാഷ് ഇട്ട് ഫ്ലാഷ് ഇടിച്ചു കൊണ്ടിട്ട് പോകാൻ ഞാൻ കണ്ടില്ലേ. ഈ പട്ടിക്കൂട്ടങ്ങളുമായി ഇടിച്ചുകൊണ്ട് പോയിട്ട് അവന്മാർ ചത്തു. ഈ പട്ടി ഷോക്ക് അടിപ്പിച്ചിട്ട് പിന്നെ പട്ടിനെ കൊണ്ട് വിട്ട് കൊല്ലിപ്പിക്കണം എന്ന് ആലോചിച്ചു നീ. കളി തോറ്റിട്ടോ. എവിടെ തോക്കാനാ? നമ്മളിവിടെ ജീവൻ ചിലപ്പോ തോക്കും കേട്ടോ. ജനിച്ചിറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഞാൻ 2 പേരെ കൊന്നു. കേറി ചെല്ലി ഒന്നും നോക്കിട്ട് കാര്യമില്ല. സ്ട്രൈക്കർ ഉണ്ട് അടുത്ത്. ഞാൻ എടുക്കാം സ്ട്രൈക്കർ. എന്റെ തന്നെ അല്ല, ഞാൻ ബോംബോണ്ട് കുറെ പേര് കൊന്നുണ്ട്. ഏത് ചത്തേ മറ്റേ ബോംബ് നൈസാനല്ലേ. എടാ സ്നൈപ്പർ ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ല ഹാർഡ് പോയിന്റ്. ആരെ ഇവിടെ പിന്നെ കേറിയിരിക്കുന്നേ?
സ്നൈപ്പറും അണ്ടി എല്ലാരും പാടെ കളി തോറ്റു ഇവിടെ. നീ എന്ത് കാണിക്കാൻ വെച്ചു? വെയിറ്റ്. എടാ ഈ ബാക്കിൽ നിന്ന് വെടിക്കണക്ക് തീരെ ഇഷ്ടമല്ല. ആ സ്ട്രൈക്കർ മച്ചാനും തീർത്താൻ ഇങ്ങനെ ഹോസ്റ്റേഴ്സ് ക്യാപ്ചർ ചെയ്യണമെന്ന് കാണിക്കണേ. ചെയ്യാ എന്തേലും വഴി പറ. നീ അവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് കില്ല് ചെയ്ത് തരാം. കില്ല് ചെയ്ത പിന്നെ എന്നെ കില്ലാക്കി. ഡോഗന്ന് പോകുമ്പോ അവിടെ ഡോഗനെ കൊണ്ടാ പോവാ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. ആരും മിസ്റ്റേരി ചത്ത്. ഞാൻ കറക്റ്റ് നിന്ന് കറക്റ്റ് ബോംബിനെടുത്ത് വീണടാ. എടാ നിന്റെ വെടിക്കാൻ അവൻ ചത്ത് അതോ എന്റെ വീണ ചത്ത് ബോംബിനാണ് അവൻ ചത്ത്? ഇപ്പൊ നേരത്തെ നീ കൊന്നില്ലേ എന്റെ വെടിക്കകത്ത് പോടാ. എന്റെ ഞാൻ ചത്ത് ബാക്കി എന്താ നീ എപ്പോഴാ ചത്ത്? ഞാൻ ആദ്യം കളിച്ചത്. ഞാൻ ഇപ്പൊ പെരും കളി കളിക്കണം. എനിക്കെന്നെ വിശ്വസിക്കണം. അടുത്ത ടാർഗറ്റ് നിക്ക്. കമോൺ കമോൺ. ആ സ്ട്രൈക്കർ മച്ചാൻ ഒരു കാരണം വെച്ചാൽ ഓന്റെ നേരത്തെ കുറെ മുമ്പ് തന്നെ വെടിയിച്ചാൽ മതി. ഓക്കെ ആരുടെ പട്ടി നല്ല പണിയെടുക്കുന്നുണ്ട്. ഓ ലോഡിങ് ആരോ. പറഞ്ഞിട്ട് കാര്യം വെച്ചു ചത്ത്. ഞാൻ സ്ട്രൈക്കർ എടുക്കാം. ഇതിനടുത്തെന്താ എന്തൊരു സാധനം ബോഡിയിലാകെ വന്നേക്കണേ. എന്താ നിന്റെ ബാക്കിലുള്ള ആളൊക്കെ ഞാൻ കൊന്ന്. ഞാൻ ചത്ത കണ്ടാ നീ കൊന്നു, അതുകൊണ്ട് കാര്യമില്ല. അവിടെ ചെങ്ങായി ആ സ്റ്റെപ്പിന്റെ അവിടെ എടുത്തുണ്ട്. ബാക്ക് കൂടി കയറിക്കോ. എന്റെ അടുത്ത് ലോഞ്ചർ ഉണ്ട്, ഞാൻ വെച്ച് കയറിയോ. അതാ കുറച്ചും കൂടി നേരം നിക്ക്. ഒന്നും ഇടാൻ പറ്റിയില്ല. ഓക്കെ കളി ജയിച്ചു. ആ സ്ട്രൈക്കർ ഞാൻ ഒരു അടി അടിച്ചിട്ടോണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ആരെയൊക്കെ ഒന്നിക്കണം. അറിയിച്ചോ ഇല്ലേ ആർക്കറിയാം. ജയിച്ചു. അയ്യേ ഞാനല്ലേ MVP. ഞാൻ നല്ല കളി കളിച്ചു. നോക്കിക്കോ. അതിന്റെ കളി നീ കളിച്ചൊന്നു. ഞാന് ഡൊമിനേഷൻ അല്ലെങ്കിലും നോക്ക്, നീ കില്ല് നോക്ക്, ഡെത്ത് ഒക്കെ നമ്മളെ ഒരുമിച്ച. അസിസ്റ്റ് 21. വിഷയം ശരിയാ. സമ്മതിച്ച് യുവർ ബാക്ക്. റെഡി നിക്ക്.